യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ടയിലുള്ള വസതിയിൽ ചെന്ന് വെളുപ്പാങ്കാലത്ത് പോലീസ് വീടിനകത്ത് കയറി അറസ്റ്റ് ചെയ്തു. കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലെ SHOയുടെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. ആ വീട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനായിട്ട് വീട് മുഴുവൻ കവർ ചെയ്ത് പോലീസ് ആ വാതിൽ തുറന്ന് അകത്ത് കയറി. അയാളുടെ അമ്മയുണ്ടായിരുന്നു. അവർ ഒരു കള്ളനെ പിടിക്കുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു എന്നാണ് ആക്ഷേപം. ഇതെല്ലാം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം മുഴുവൻ പ്രതിഷേധം രംഗപ്പെടുത്താൻ തുടങ്ങി. സെക്രട്ടേറിയറ്റിൽ ഡിസംബർ 20 സെക്രട്ടേറിയറ്റിൽ പടിക്കലുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രകടനവും അനുബന്ധിച്ചുള്ള അക്രമമാണ് കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെടുക്കാൻ കാരണമായത്. ആ കേസിലേക്ക് ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രണ്ടാം പ്രതി അവിടെ ഷാഫി പറമ്പിൽ MLA, മൂന്നാം പ്രതി വിൻസെൻ്റ് MLA, നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടം. ഇപ്പോഴേ ഈ 4 നേതാക്കന്മാരും ജാമ്യം എടുക്കാൻ പോയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ 4ാം പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പം കോടതിയിൽ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് ജുഡീഷ്യൽ പ്രൊസസ് മജിസ്ട്രേറ്റ് കോടതി 3 ഹാജരാക്കിയിട്ടുണ്ട്. പ്രതിക്ക് വേണ്ടി വാദങ്ങൾ പറഞ്ഞു. ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ APP വാദം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഭാഗവും വാദങ്ങൾ പറഞ്ഞു. ജാമ്യം കൊടുക്കണോ വേണ്ടോ ഇല്ലയെന്ന് അടുത്ത മണിക്കൂറിൽ അറിയാം. ഉച്ച കഴിഞ്ഞ് ജാമ്യത്തിൻ്റെ കാര്യം കോടതി തീരുമാനിക്കും. ഇതിനു മുമ്പ് ആദ്യം അറസ്റ്റ് ചെയ്ത് ഇതിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്യുകയും പിന്നീട് അവർ 22 പേർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു. 50,000 രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പോലീസ് പറഞ്ഞപ്പോൾ 50,000 രൂപ കോടതി കെട്ടിവെച്ചു. അവരെല്ലാവരും ജാമ്യത്തിൽ പോയി. ഇപ്പോഴേ ആ കേസിലെ 4 പ്രതികൾ അത് സംസ്ഥാന നേതാക്കന്മാരാണ്. അതിൽ ഏറ്റവും താഴെക്കടയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. സർവത്ര രംഗത്തും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും യൂത്ത് കോൺഗ്രസ് റോഡിലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർ പോലീസ് സ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. പൊതുവെ അന്തരീക്ഷം മാറി. കേരളത്തിലെ ഓരോ നവകേരള യാത്രയോടനുബന്ധിച്ചും ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരും പ്രതിഷേധിച്ചപ്പോൾ അവർക്ക് മൃഗീയമായ തല്ല് പോലീസിൻ്റെ നിന്ന് കിട്ടി. അതോടൊപ്പം തന്നെ SFI DYFI ആൾക്കാരിൽ നിന്ന് കിട്ടി. അതിനൊന്നും തക്കതായ നടപടി എടുക്കാതെ വന്നപ്പം പ്രതിപക്ഷ നേതാവ് തിരിച്ചടിക്കും, പകരം ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇന്നത്തെ സംഭവത്തോടു കൂടി കേരളം പതുക്കെ ഒരു കലാപഭൂമിയാണോ ആകുമോ എന്നൊക്കെ സംശയം വരുന്നുണ്ട്. പൊതുവെ അന്തരീക്ഷം മാറി. ഇവിടെ ഇനി തുടർച്ചയായ പ്രതിഷേധങ്ങൾ എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് സ്റ്റേഷൻ മുമ്പിലും വരും. അത് ലാത്തിച്ചാർജിലേക്ക് പോകും. ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കേണ്ടി വരും. കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUക്കാരും നിരന്തര സമരം ഇനിയുണ്ടാവും. അത് പോലീസ് തടയും. ആ കൂടെ CPMൻ്റെ യൂത്ത് ആൾക്കാരും ഇടപെടും. അതൊരു അന്തരീക്ഷം മാറും. കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ മോശമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പോലീസിനെ ആക്രമിക്കും എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോലീസ് സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യും. ആ കൂടെ രാഷ്ട്രീയമായ എതിർചേരികളും ഇടപെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു വെടിവെപ്പിലേക്ക് വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപകടം ഉണ്ടാവും. അപകടത്തിലേക്കാണ് രാഷ്ട്രീയ നേതൃത്വം 2 കൂട്ടരും നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ പാർട്ടിക്കാരും സംയമനം പാലിച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് എടുത്തു ചാടാതെ പൊതുജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാകാത്ത രീതിയിൽ രാഷ്ട്രീയ ഭരണം അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴത്തെ ഈ എതിർചേരിയെ വെല്ലുവിളിക്കുകയും പരസ്പരം കോലാഹലങ്ങൾ നടക്കുകയും റോഡ് മുഴുവൻ കലാപകലുഷിതമാക്കുകയും ചെയ്യുന്നത് ഒരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
കാരണം രാഷ്ട്രീയമായ ഒരു വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ അത് കാര്യങ്ങൾ കൈവിട്ടു പോകും. പോലീസിനെ നോക്കിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഗുരുതരമായി ഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇട്ടിരിക്കുന്ന ആ കേസിനകത്തുള്ള വകുപ്പുകൾ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ, പ്രത്യേകിച്ച് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ പ്രവർത്തനം, കൻ്റോൺമെൻറ്റ് SHOയുടെ പ്രവർത്തനം ഔദ്യോഗികമായി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ തടസ്സപ്പെടുത്തി അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടായി എന്ന 353 ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പിട്ടിട്ടുണ്ട്. അതുകൂടാതെ ആ SHOയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, അത് ഒരു ഗ്രീവിയസ് ഹർട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 333 വകുപ്പും ചേർത്തിട്ടുണ്ട്. 354 2 വർഷത്തെ തടവേ ഉള്ളൂ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് അത് ജാമ്യം കൊടുക്കാനുള്ളതേ ഉള്ളൂ. അതേസമയം 333 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അതിനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ല, അത് റിമാൻഡ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. കാരണം 10 വർഷമാണ് ആ 333 ഗ്രീവിയസ് ഹർട്ട് എന്ന് പറഞ്ഞാൽ കഠിനമായ ദേഹോപദ്രവം SHO അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു തടവ് ശിക്ഷ പറഞ്ഞിരിക്കുന്നത് 10 വർഷമാണ്. ഏതായാലും കോടതിയിൽ ആ SHO അവരുടെ പരിക്കേറ്റ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ നമുക്കറിയില്ല, അവരുടെ നീക്കം എന്താണെന്നും നമുക്കറിയത്തില്ല, പ്രതിഭാഗത്തിൻ്റെ നീക്കവും നമുക്കറിയത്തില്ല. ഏതായാലും ജാമ്യം കൊടുത്താലും ജാമ്യം കൊടുത്തില്ലെങ്കിലും റിമാൻഡ് ചെയ്താലും പ്രശ്നങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയമായ മാറ്റം വളരെ ഗുരുതരമായിരിക്കും. തീർച്ചയായിട്ടും അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് രാഷ്ട്രീയം പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.